സവാള ഗിരി സവാള ഗിരി ഗിരി. എന്നാ പ്രശ്നം അറിഞ്ഞില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പടി എന്നാ ഞാനും പറയാം. ഇതൊക്കെ ഒറ്റ മഴയത്ത് മാത്രം കിളിർത്തതാണ്. ആ മഴയുടെ ഇത് കഴിയുമ്പോഴേക്കും സംഭവം തീരും. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത് എന്നുകൂടെ അവർ ഓർമ്മിപ്പിക്കുക. ഒരക്ഷരം പോലും തെറ്റിയില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോളില്ലാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. അത് വളരെ ഭാരം നിറഞ്ഞ ഹൃദയത്തോട്ടാണ് ഞാൻ കണ്ടത്. കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. ആളുകൾക്കൊന്നും ഒരു മൈൻഡ് ഇല്ലല്ലോ. സഖാവ് ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം സഖാവ് MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഈ യോഗം കേൾക്കാനായിട്ട് സംഭവ സ്ഥലത്ത് നമ്മുടെ മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും എത്തിയിരുന്നു. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. ഇപ്പോ സഖാക്കളൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. യോഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ബേബി സഖാവും ശിവൻകുട്ടി സഖാവും ബാക്കി സഖാക്കന്മാരും വന്നേക്ക് മുമ്പ് തന്നെ ഈ ആര്യ രാജേന്ദ്രൻ അവരുടെ കുട്ടിയും എടുത്തുകൊണ്ട് യോഗ സ്ഥലത്തെത്തി. 1.5 മണിക്കൂർ ഈ താത്വിക വിശകലനം ബേബി സഖാവ് നടത്തുന്ന മുഴുവനും കേട്ടു. അവർക്ക് വേദിയിലും ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല, സദസ്സിലും ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇനി കണ്ണട വെച്ചതാണോ പ്രശ്നമായി പോയത്? കണ്ണട വെക്കാൻ കാര്യമേ അന്ന് ആ കൂരിരുട്ടില് യദു ബസ്സിനകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കാണിച്ച ആ ഒരു പ്രത്യേക ആക്ഷൻ, ബാക്കിൽ വന്ന കാറിന്റെ പിൻ സീറ്റിലിരുന്ന് ആ ഒരു കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടതോടുകൂടി കണ്ണടിച്ചു പോയതാ. ഭയങ്കര തീവ്രത കൂടുതലായിരുന്നു ആ കാഴ്ചക്ക്. ഇപ്പൊ വേണ്ടില്ലേ പറഞ്ഞ തീവ്രത അളക്കാൻ വരെ മിഷ്യമുണ്ട്. അത് നമ്മളെ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നത്. ഈ തീവ്രത അളക്കാനുള്ള മിഷൻ എന്ന് വെച്ചാൽ അവർ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് തീവ്രത അളക്കാൻ മിഷ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണപ്പെട്ട ആൾക്കാരായാലും അതിൽ പ്രതി പോലും ആയിരിക്കില്ല, ഒന്നും കണ്ട പോലും കാണൂല. ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേതെന്ന് പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആര്യ പോലെ ഒരു മഹതിയെ കണ്ടിട്ട് ആ സംഘാടകരെ ആരെങ്കിലും അവരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും ചെറിയ പ്രായത്തിൽ BJPയുടെ കാൽക്കൽ കൊണ്ട് കോർപ്പറേഷൻ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് മിണ്ടാതെ ഒതുങ്ങി നിൽക്കാനും എന്നെ കൊണ്ട് പറ്റും. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ എന്തിനാ ജനിച്ചെന്ന് ഇതിനൊക്കെ തന്നെ. ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. ബേബി സഖാവേ, ഞാൻ നിങ്ങളുടെയൊക്കെ കുഞ്ഞാവ, ചെറിയ പ്രായത്തിൽ വലിയ നേട്ടം നേടിയ ഊട്ടി ആരും വില തരില്ല. കാറലും മിത്തപ്പ, ഇത് മൊത്തത്തിൽ നാറുമല്ലോ, വരണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരാ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് എന്ത് ദോഷം സംഭവിക്കാനും. എത്ര കസേര വെറുതെ ഒഴിഞ്ഞു കിടപ്പും, അവിടെ ഇരുത്തിയില്ല. സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. ഒരു കൈ എനിക്ക്, നിങ്ങളൊക്കെ തോളെ കയറ്റി വെച്ചതല്ലേ. കോർപ്പറേഷന്റെ മേയറായിട്ട് വന്നല്ലോ, അവര് പറഞ്ഞല്ലോ ഈ ലോകത്ത് തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വനിത അവിടെ തിരുവനന്തപുരത്ത് മേയറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അന്നേരം ട്വിറ്ററിലുള്ള കാര്യം നമ്മളെല്ലാം വായിച്ചില്ലേ? എങ്ങനെ ഇരിക്കണം? സദസ്സിൽ ഒരു പ്രധാന സ്ഥാനത്ത് അവരെയും കൂട്ടിയെടുത്തട്ടെ, അതും ചെയ്തില്ല. അവിടെ ഒരു മൂലക്കെങ്കിലും ഞാൻ മിണ്ടൂല്ല, മിണ്ടാതെ നിന്നോളാം. പറ്റൂലല്ലേ? ഹലോ, പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തുമാത്രം അവാർഡുകൾ വാങ്ങിച്ചു തന്ന ആളാ ഞാൻ, അത് മറക്കണ്ട. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. അത് ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ടാ നിൽക്കുന്നത്. ബേബി സഖാവ് താത്വിക വിശകലനം നടത്തും. ശിവൻകുട്ടി സഖാവ് ഇങ്ങനെ കുഴവയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഇരിക്കുന്നു. ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരന്മാരായിട്ട് മേലോട്ട് നോക്കി നിൽക്കും. ശിവൻകുട്ടി അണ്ണനല്ലേ അണ്ണാ പറഞ്ഞത്, 5ാം ക്ലാസ്സിൽ ഇരിക്കുന്നല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് 5ാം ക്ലാസ് ഇരുത്തുവോ, അടുത്തിന് +2നോ ഡിഗ്രിക്കോ ഒക്കെയാ ചേർക്കുന്നതെന്ന് അണ്ണൻ പോലും എന്നെ മൈൻഡ് ചെയ്യാതെ പോയല്ലോ അണ്ണാ. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. ചിലർ വന്ന് സൗഹൃദം പങ്കുവെച്ചു, ചിലർ ആര്യയുടെ കുഞ്ഞിനെ കളിപ്പിച്ച് കടന്നുപോയി. തൊലിക്ക് ലേശം കൂടെ കട്ടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ചു നിൽക്കും ഞാൻ. ഭീമന്റെ കുച്ചേട്ടൻ നിന്ന പോലെ. 5 കൊല്ലം നഗരമാതാവായിരുന്ന ആളല്ലേ ആര്യ രാജേന്ദ്രൻ. യോഗം തീരുന്നവരവിടെ നിന്നു. ഞാൻ കരഞ്ഞാ പിന്നെ ആ കണ്ണീർ ചാലിൽ പിന്നെ ഇവരെല്ലാരും ചാടി നീന്തേണ്ടി വരും എന്നുള്ളത് കൊണ്ട് കരയുന്നില്ല. മിത്തപ്പാ
MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. ഇരുട്ടട്ടെ, ഇരുട്ടിയാലും പോകുന്ന പ്രശ്നമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും മൈൻഡ് ചെയ്യണമെന്നൊന്ന് അറിയണമല്ലോ. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ നിന്നു. നമ്മൾ ഇത്തരത്തിൽ അന്വേഷിച്ചിട്ട് കുറച്ച് സമയം ബിസി ആയിട്ട് അഭിനയിക്കാം. ഹലോ, ഇന്ന് ചാള തേങ്ങ ഇട്ടാണോ കറി വെച്ചത്? ആരും മൈൻഡ് ചെയ്യുന്നില്ല. ശരി, പിന്നെ വിളിക്കാം. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അണ്ണാ, ശിവൻകുട്ടി അണ്ണ, ഞാനും പൊക്കാ അണ്ണ. ഒരെണ്ണം എനിക്കും കൂടെ പൊക്കി പിടിക്കാൻ താ അണ്ണ. നിങ്ങളൊക്കെ പൊക്കി പിടിച്ചല്ല അണ്ണ ഞാൻ ഈ പരുവായത്. ചോറും കൂട്ടാനും കളിക്കേണ്ട പ്രായത്തിൽ കൊണ്ട് വലിയൊരു സ്ഥാനവും കൊണ്ട് വെച്ച് തന്നിട്ട് എന്നെ കറക്കിത്തിരിക്കുന്ന പാവയാക്കി വെച്ചോണ്ടിരുന്നു. അവസാനം കടിച്ചതും പിടിച്ചതും ഒറ്റാലി കിടന്നതും എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിന് പോയി കിട്ടി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ആര്യ രാജേന്ദ്രനെ കുറിച്ച് അവരുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണകാലം എന്ന് പറയാവുന്നതാണ്. അതെ, ഭംഗി വാക്ക് പറയാമെന്ന് വിചാരിക്കരുത്. നടക്കാത്ത പൊങ്കാലയ്ക്ക് ഇല്ലാത്ത ഇഷ്ടികയും ചാരവും പൊറുമ്പും നീക്കം ചെയ്യാനായിട്ട് നഗരസഭ കരാർ കൊടുത്തു. അത് നീക്കം ചെയ്ത് ജീവനക്കാർക്ക് കോഴി ബിരിയാണി മേടിച്ചു കൊടുത്തു. ആര് പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല. വേണ്ട വേണ്ട, അറിയാതെ നടിക്കണ്ട. ആറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക മേയർ എന്നുള്ള പദവി കൂടെ ആര്യ രാജേന്ദ്രന് കൈവന്നിരിക്കുക. നിങ്ങൾക്ക് അവിടെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കുന്നുണ്ട്. എനിക്കോ? നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്ര മേയർമാരുണ്ട് ഇല്ലേ? അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 കൊല്ലം ഒരു പെൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരിയെ ഇങ്ങനെ പാർട്ടി കൊണ്ടു നടന്നു. അവരുടെ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം കൂടി പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി വസൂലാക്കി. അതിനുശേഷം നേമത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഈ വേദിയിൽ പോലും ഒരു സീറ്റ് കൊടുക്കാതെ ഒരു കാഴ്ചക്കാരിയാക്കി മാത്രം നിലനിർത്തിയത് ശരിയായില്ല. മനുഷ്യത്വരഹിതമായി പോയത്. ആര്യ പങ്കെടുത്താൽ തോറ്റുപോകുമെന്ന് CPM തിരിച്ചറിഞ്ഞ ഗതികെട്ട അവസ്ഥ. ചോർന്നു തുടങ്ങിയ കുടം ചുമന്നുകൊണ്ട് നടന്നിട്ട് വലിയ പ്രയോജനമില്ല. അവസാനം അടിയും പുളിയും കുടിച്ച് കരു അടയ്ക്കേണ്ടി വരും. അത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് സംഭവിച്ചത്. ഇത് പിണറായി സഖാവിനോടോ റിയാസ് സഖാവിനോടോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ശിവൻകുട്ടി അണ്ണൻ ഇത് ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, തലമുതിർന്ന നേതാവ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബി സഖാവ്, അദ്ദേഹം പങ്കെടുത്തൊരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായത് എന്ന കാര്യം ആര്യയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ വേദനിപ്പിക്കുന്നു. പാർട്ടി ഒരാളോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എന്ന ഞാൻ മടക്കി വെച്ച് കൈക്കുഞ്ഞുമായി ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മേയറുടെ ഫോട്ടോയ്ക്കൊപ്പം കുട്ടികളുമായി ഓഫീസിൽ എത്തരുത് എന്ന സർക്കാരിന്റെ മുൻ ഉത്തരവും ചർച്ചയാകുന്നു. കുഞ്ഞ് കൈക്കുഞ്ഞായിരുന്നപ്പോ അതിനെ കൊണ്ടുപോയി നടത്തിയ ഷോ എന്തൊക്കെയായിരുന്നു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കാണിച്ചു കൂട്ടിയത്. ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ്. അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും PhD എടുത്തിട്ടും ക്ലച്ച് പിടിച്ചില്ല. ക്ലച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാ യദൂ, എന്നാലും ഒരു 1.5 ശാപമായി പോയടേ നിൻ്റെത്. പാവപ്പെട്ടവൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെ ഈ കോർപ്പറേഷൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയത് 30 വർഷമായിട്ട് ഇത് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. അത് പോയതിൽ അത് ഇവർ മെയിൻ പങ്ക് മേയറാവാനാണ് സാധ്യത. അവർ ആ അധികാരത്തിൻ്റെ ഒരു ഉങ്കും ചെറിയവനെന്നാണ് നമ്മളൊരു ചെറിയ പുച്ഛത്തോടെയാണ് കാണുന്നത് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മേയർക്ക് KSRTC ബസ് തടഞ്ഞ് ഷോ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ആരും കുറച്ച് കേട്ട ആവശ്യം. തിരുവനന്തപുരം മേയർമാരിൽ വെച്ച് ഏറ്റവും വനിതാ സാധാരണമായിട്ടുള്ള ഗുണഗണങ്ങൾ പ്രദർശിപ്പിച്ച ഒരു ധീര വനിതയാണ് ആര്യ രാജേന്ദ്രൻ. ഭയങ്കരമായ ആള്. തിരുവനന്തപുരത്തുകാർക്ക് ഓർമ്മിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് വനിതാ രത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരെയും പിന്നിലാക്കുന്ന ഒരു പ്രകടനമാണ് നമുക്ക് എവർക്ക് പ്രിയകരിയായ വേറൂട്ടി എന്ന് വിളിക്കുന്നത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ. എന്തായാലും അവരുടെ 5 വർഷത്തെ ഭരണം
കോർപ്പറേഷന്റെ ഭരണം CPM ൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതെവിടെ ചെന്ന് നിൽക്കണെന്റെ ഈശ്വരൂ. ഞാൻ എന്താ ചെയ്ത തെറ്റ്? നിങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ചാൻസ് കിട്ടിയപ്പോ ഒന്നാളാകാൻ നോക്കി. ഞാൻ തെറ്റാണോ? തെറ്റാണോ? എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് വന്നാലും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ് പ്രത്യേകത. അതിന് ഞാൻ എന്താ പറഞ്ഞു? നീ ഒന്നും പറഞ്ഞല്ലേ? തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ആര്യ രാജേന്ദ്രന്റെ 5 കൊല്ലത്തെ ഭരണം. എനിക്ക് വ്യക്തിപരമായി കഴിഞ്ഞു എന്നത് എന്റെ ഈ ചെറിയ പ്രായത്തിലെ വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. അതിനുശേഷം പാർട്ടി സഖാവിനെ തഴഞ്ഞു ഞാൻ പറയില്ല. പഴയ പോലുള്ള ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒന്നും ഏൽപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അടുപ്പിക്കരുത് എന്ന് ഉള്ള മെസ്സേജ് ചെന്ന് കാണും. അതിന്റെ ഫലമായിട്ടാ ഒറ്റ ഒരുത്തം മൈൻഡ് ചെയ്യാതെ പോയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. കാറലും ഇത്തപ്പാ, പാർട്ടിക്കാർക്ക് എന്നോട് ഈ അവസ്ഥയാണെങ്കിൽ നാട്ടുകാർക്ക് എന്തായിരിക്കും? സത്യത്തിന് നിങ്ങൾക്ക് നല്ല 2 തല്ലിന്റെ കുറവുണ്ട്. പണ്ടൊക്കെ ഷൂട്ടിന് വേണ്ടി എന്തുമാത്രം ജരാന്തര ബാധിച്ച കൈ പിടിച്ചതാ, ആരെയും കാണാനില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. സഖാവ് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സഖാവ് KM സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇവർക്ക് അവിടെ പോയി പ്രചരണം നടത്താമല്ലോ. ഇനി ബാലുശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസിലോ BJP ആരെങ്കിലും ജയിപ്പിക്കാനൊരു അവസരം കിട്ടിയത്. അത് പാഴാക്കേണ്ട ആവശ്യമില്ല. ആര്യ രാജേന്ദ്രൻ വേണമെങ്കിൽ ബാലുശ്ശേരിയിൽ പോയിട്ട് സച്ചിൻ ദേവിന് വേണ്ടി പ്രവർത്തിക്കാം. എന്റെ പൊന്നോ വേണ്ട. എന്നാലും ചോപ്പ് പരവതാനിയൊന്നും വേണ്ട, ഒരു ചോപ്പ് കസേര വലിച്ചിട്ട് തരായിരുന്നു ആർക്കെങ്കിലും. ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. മുതലാളി छाती से